അന്തരിച്ച എം ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ് ചേരുന്നു. ആശ ലോറൻസ് മരണത്തിന് ശേഷം സ്വർഗത്തിൽ പോകണമെന്നും യേശുവിനെ കാണണമെന്നും ശബ്ദരേഖയിൽ ഉണ്ട്. കൃത്യമായി ഈ അച്ഛൻ്റെ ഈ ശബ്ദരേഖ എവിടെ നിന്നാണ് ലഭിച്ചത്? ആരോടാണ് അദ്ദേഹം ഇത് സംസാരിച്ചത്? സ്വാഭാവികമായും ഇനി ഈ ശബ്ദരേഖയുടെ ആധികാരികത അതൊക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? ഡിവിഷൻ ബെഞ്ചിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്ന ദിവസമാണ് സുജ പബ്ലിക്കലി മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നത് സുജയുടെ കയ്യിൽ ഇതിന്റെ റെക്കോർഡ് ഉണ്ടെന്നും അത് ഒരു സാംസങ്ങിന്റെ ഫോണായിരുന്നു, അത് എടുക്കാൻ പറ്റും, റിട്രൈവ് ചെയ്യാൻ നോക്കിയിട്ട് സാധിച്ചില്ല, സാംസങ് കമ്പനി നേരിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്കും അത് സാധിക്കില്ല എന്ന് പറഞ്ഞു എന്ന് സുജ പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്. അപ്പോഴും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അനാറ്റമിക്ക് കൊടുക്കാൻ അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല, ഒരു കുഞ്ഞിനോടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് തുടക്കം തൊട്ട് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം അത് മാത്രമായിരുന്നു. ഞാൻ ഒരിക്കലും പറഞ്ഞിരുന്നില്ല അപ്പം പള്ളിയിൽ അടക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സുജയ്ക്ക് ഇത് അറിയായിരുന്നു. എന്നോടും മകനോടും സുജ 2-3 വർഷം മുന്നേ എപ്പോഴോ പറഞ്ഞതായിട്ട് ഒരു വേഗമായിട്ടൊരു ഓർമ്മ വന്നു. പക്ഷെ ഈ മെന്റൽ ട്രോമയിലൊക്കെ ഞാൻ അതങ്ങോട്ട് മറന്നു പോയതാണ്. സുജ മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുമ്പോഴാണ് നമ്മളും ഇത് അറിയുന്നത്. പിന്നെ സുജയുടെ മകന്റെ കല്യാണമായിട്ട് സുജ ഓസ്ട്രേലിയയിലൊക്കെ ആയിരുന്നു. പിന്നെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു പെൺമക്കള് റിലേറ്റഡ് പ്രൂഫ്സ് ഒന്നും ഹാജരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുജ അത് അറിഞ്ഞപ്പോൾ വീണ്ടും അത് സീരിയസ് ആയിട്ട് എടുത്തു. എന്നുവെച്ചാൽ അത് ഹാജരാക്കാനൊരു വീഴ്ച പോലെ തോന്നി, എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെയാണ് അത് റിട്രൈവ് ചെയ്ത് എടുത്തതും. അത് സുജയുടെ ഫോണിലുണ്ട്, സുജയുടെ കയ്യിൽ ആ ഫോണും ഉണ്ട്. അത് ഇന്നത്തെ കാലത്ത് ടെക്നോളജി വെച്ചിട്ട് ആർക്ക് വേണേലും അത് അതിന്റെ ഒതന്റിസിറ്റി പരിശോധിക്കാവുന്നതാണ്. അത് ഇനി വേറെ എന്തെങ്കിലും കള്ളം പറഞ്ഞുകൊണ്ട് വരാൻ ആർക്കെന്ത് സാധിക്കും? സ്വന്തം അപ്പനെ വെച്ചിട്ട് ഞങ്ങൾ 2 പെൺമക്കൾക്ക് കള്ളം പറഞ്ഞിട്ട് എന്ത് നേടാനാണ്? ഞങ്ങൾക്ക് 2 പേർക്കും രാഷ്ട്രീയമില്ല. അപ്പന്റെ പാർട്ടിക്ക്, അപ്പൻ ജീവനും ജീവിതം കൊടുത്ത് വളർത്തിയ പാർട്ടിക്കാണ് ലക്ഷ്യമുള്ളത്, ഗൂഢലക്ഷ്യം, ക്രൂരമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നത്. എം ലോറൻസ് ദൈവവിശ്വാസി ആയി എന്നുള്ളത് ആയിരുന്നു എന്നും ഞാൻ പറയുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ തുടക്കത്തിലായിരിക്കില്ല, ഒരു മനുഷ്യന്റെ ലാപ്പിലോട്ടൊക്കെ വരുമ്പോൾ ജീവിതത്തിന് ഒരുപാട് കാഴ്ചപ്പാടിലൊക്കെ മാറ്റം വരും. അത് എം ലോറൻസ് എന്നുള്ള ഉറച്ച കമ്മ്യൂണിസ്റ്റിനും വന്നിട്ടുണ്ടായിരുന്നു. എം ലോറൻസിനെ പോലൊരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് ഈശ്വര വിശ്വാസി ആയിരുന്നോ ഇത് അംഗീകരിക്കാൻ കമ്മ്യൂണിസത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ CPM ഈ നാട് ഭരിക്കുന്ന പാർട്ടിക്കും അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ തുടക്കം തൊട്ടേ മകനെ മുന്നിൽ നിർത്തിയിട്ട്, അത് വെറും മകനല്ല, സഖാവാണ്, പാർട്ടി മെമ്പറും കൂടിയാണ്. പാർട്ടി മെമ്പർ എന്ന നിലയ്ക്ക് പാർട്ടി നോമിനേറ്റ് ചെയ്തിട്ട് ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെന്റ് ലീഡർ പൊസിഷനും കീപ്പ് ചെയ്യുന്ന ഒരു സഖാവാണ് അയാൾ. മകൻ മാത്രമല്ല, സഖാവാണ്. സഖാക്കൾക്ക് ക്രൂരത എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് മകനെ മുന്നിൽ നിർത്തിയിട്ട് നടത്തിയ ക്രൂരമായിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു അപ്പന്. പിന്നെ 2-3 കള്ളസാക്ഷികളെയും ഇറക്കി. ഇവിടെ കള്ളസാക്ഷികളുടെ കാര്യമാണ് കോടതിയും അംഗീകരിച്ചത്. അത് നിയമപരമായിട്ട് കേരള അനാറ്റമി ആക്ട് പ്രകാരം 2 പേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി എടുക്കാം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ബോഡി അവര് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത്. സാധാരണഗതിയിൽ ഞാൻ പലരോടും അന്വേഷിച്ചപ്പോൾ ഡിസ്പ്യൂട്ടുള്ള ഒരു ബോഡി ഒരു മര്യാദയുടെ പുറത്തും ഒരു മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാറില്ല. പക്ഷെ എം ലോറൻസിനോട് ആ ക്രൂരതയും ഇത് ചെയ്തു. ഇനി കോടതി ദയ കാണിക്കണം. കോടതി ഇത് അംഗീകരിച്ച് മരിച്ചുപോയ നമ്മളെല്ലാവരും, ഇപ്പം അനിൽ നമ്പ്യാർ സാറും ഞാനും എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചതിയോ എന്ത് വന്നാലും എല്ലാവരും അംഗീകരിക്കണമെന്നില്ല പറയണ സത്യം. പക്ഷെ നമ്മൾക്കത് വാദമൊന്നും പറയാനുള്ള ആരോഗ്യം ബോധമുണ്ട്. പക്ഷെ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ശരീരത്തിന് ഇതിനെല്ലാം ഹെൽപ്ലെസ് ആണ്. ആ മരിച്ച വ്യക്തിയോട് കാരുണ്യത്തോടുകൂടി, സത്യസന്ധതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ഒരു ദയ കാട്ടിയിട്ട് ആ ദേഹം ഇപ്പൊ എംബാമിങ് കഴിഞ്ഞിട്ടുണ്ട്, പല ഓർഗൻസും അവരെടുത്ത് മാറ്റിയിട്ടല്ലേ എംബാമിങ് ചെയ്ത് വെച്ചിരിക്കണം. കേരള അനാറ്റമി ആക്ട് പ്രകാരം അവിടെ ഇത്ര നാളെ സൂക്ഷിക്കണം എന്നുണ്ട്. അപ്പൊ മരിച്ചിട്ട് ഈ ഫെബ്രുവരി 21 ആയപ്പോ 5 മാസം, നാളെ 1-ാം തീയതിയാണ്, മാർച്ച് 1 മാർച്ച് 21 ആവുമ്പോ 6 മാസം, 1/2 വർഷമായി. പെട്ടെന്നാണ് നമ്മുടെ ദിവസങ്ങൾ മാറിപ്പോകുന്നത്. അപ്പനെ ഒന്ന് തിരിച്ചു തന്ന്. ശ്രീമതി ആശ ലോറൻസ്, ഇവിടെ 2 മക്കൾ അല്ലേ, 2 മക്കൾ എന്ന് പറഞ്ഞതാണ് അപ്പൻ്റെ അന്ത്യാഭിലാഷം, അത് പള്ളിയിൽ അടക്കം ചെയ്യണമെന്നാണ്. പക്ഷേ ആ ഒരു മെജോറിറ്റിയുടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അത് നീതിപീഠം മാനിച്ചില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
മാത്രമല്ല ഒരു 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 രണ്ട് സാക്ഷികളെ ഹാജരാക്കി എളുപ്പത്തിൽ അത് അവരെന്താണോ ഉദ്ദേശിച്ചത്, മകൻ എന്താണോ ഉദ്ദേശിച്ചത്, അത് തരപ്പെടുത്തിയെടുക്കാനും സാധിക്കുകയും ചെയ്തു. അതെ, അത് മകനല്ല, മകനെ ഞാൻ പറഞ്ഞില്ല, മകൻ എന്താണോ ഉദ്ദേശിച്ചതെന്നല്ല, മകൻ സഖാവാണ്. സഖാവും പാർട്ടി ഉദ്ദേശിച്ചെന്നാണ് പറയേണ്ടത്. അവിടെ മകനല്ല, അയാൾ മകനാണ്. പക്ഷേ മകൻ മാത്രമല്ല, സഖാവായിട്ടുള്ള മകനാന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ആ മകന്റെ കള്ളസാക്ഷികള്, ഒന്നാമത്തെ സാക്ഷി പാലാരിവട്ടത്തെ CPM ബ്രാഞ്ചിലോ ഏരിയയിലോ വർക്ക് ചെയ്യുന്ന ഒരു PS രാജനാണ്. രണ്ടാമത്തെ സാക്ഷി ആദ്യത്തെ രണ്ട് സാക്ഷികളിൽ ഒരാളുടെ പേരെ പറയണ PS രാജൻ, അയാൾ പാർട്ടിക്കാരനാണ്. രണ്ടാമത്തെ ആള് എബി എബ്രഹാം, അത് ദേശാഭിമാനി ജീവനക്കാരനാണ്. മൂന്നാമത് ഇറക്കിക്കൊണ്ടുവന്ന ഹംസ ഫോർട്ട് കൊച്ചിയിലെ CIT നേതാവാണ്. ഇങ്ങനെ സഖാക്കളെ മാത്രമാണ് നിർത്തിയത്. പെൺമക്കള് അനിൽ നമ്പ്യാർ വർഷങ്ങൾ മേബി 2021 തോന്നുന്നു ജനം TV ആദ്യത്തെ എൻ്റെ ഒരു ഇന്റർവ്യൂവിന്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞിരുന്നു, പെൺമക്കളെ വേണ്ട. എൻ്റെ അപ്പനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയപ്പം ആൺമക്കൾ നോക്കാണ്ട് ബന്ധു വീട്ടിൽ പോയി നിന്ന അപ്പനെ അവിടെ നിന്ന് റിജക്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലാക്കിയപ്പം ട്രിപ്പിൾ കോവിഡിന്റെ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞാനും എൻ്റെ മകനും കൂടി ഓടി പാതിരാത്രിക്ക് എത്തി അപ്പനെ പരിചരിക്കാൻ ചെന്നതും ഏറ്റെടുക്കാൻ തയ്യാറായി ചെന്നപ്പം എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ വന്ന് പറഞ്ഞത്, ഇവിടെ പെൺമക്കളുടെ ആവശ്യമില്ല, ഇവിടെ ആൺമക്കൾ കൊണ്ട് പാർട്ടി ഉണ്ടെന്ന്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്നും പറഞ്ഞിട്ട് പറഞ്ഞ്, സ്ത്രീകളല്ലേ പോപ്പുലേഷനിൽ കൂടുതൽ, എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, സ്ത്രീകളുടെ വോട്ടും മേടിച്ചിട്ട് കുടുംബത്തിൽ കിറ്റും കൊടുത്ത് ഭരണത്തിലേറിയ ഈ പാർട്ടി സ്വന്തം ജീവിതം കൊടുത്ത് വളർത്തിയ ഈ ഒരു സഖാവിന്റെ രണ്ട് പെൺമക്കളെ സൈഡ് ലൈൻ ചെയ്ത് അവര് പെൺമക്കൾ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. ശ്രീമതി ആശ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഈ മകനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലേ, ബോധ്യപ്പെടുത്താൻ പറ്റിയിരുന്നില്ലേ? അതായത് പിതാവിൻ്റെ അന്ത്യാഭിലാഷം ഇതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാതിരുന്നതാണോ, അതോ അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള തെളിവുകളുണ്ട്, പക്ഷേ എങ്കിലും പാർട്ടി എന്തു പറഞ്ഞോ അത് നടപ്പിലാക്കി, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്? അത് വ്യക്തമായിട്ട് മൂത്ത മകള് സുജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറുതാണ് ഷാജൻ സക്കറിയോട് ഉള്ള ടോക്കിലും വേറെ മീഡിയേഷനിൽ ഹൈക്കോടതി നിയോഗിച്ച ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് നിയോഗിച്ച മീഡിയേഷൻ അഡ്വക്കേറ്റ് സുഗുണപാലൻ സാറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുജ പറഞ്ഞിരുന്നു, അപ്പം മരിച്ച ദിവസം, അപ്പച്ചൻ മരിക്കുന്നത് 21 സെപ്റ്റംബർ 12 മണിക്കാണ്. അന്ന് സുജിയോട് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അതിന് പിന്നീട് സുജി അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടാണ് മിനിസ്റ്റർ P രാജീവ് ഇത് അനൗൺസ്മെന്റ് നടത്തുന്നത്, ബോഡി കൊടുക്കുവാണെന്നും പറഞ്ഞിട്ട്. സുജ ഇതിന് മുന്നേ, ഈ അനൗൺസ്മെന്റിന് മുന്നേ തന്നെ പള്ളിയിൽ അടക്കേണ്ട കാര്യത്തിനെ പറ്റി പറഞ്ഞപ്പം സജീവൻ സുജ എന്ന് പറയുന്ന മകളോട് പറഞ്ഞത്, കോമ്രേഡ് സജീവൻ, മൂത്ത മകൻ കോമ്രേഡ് സജീവൻ പറഞ്ഞത്, അപ്പന് കൊടുത്തില്ലെങ്കിൽ, യെച്ചൂരിനെ കൊടുത്തതുപോലെ കൊടുത്തില്ലെങ്കിൽ പാർട്ടി അലിഗേഷൻസ് ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പോ ആ സഖാവാണ് ഇതിന് പാർട്ടിയെ ഭയന്നും പാർട്ടിയുടെ അണ്ടർ പ്രഷർ, ത്രെട്ടൻ പാർട്ടിയുടെ. എനിക്ക് കോടതിയുടെ തീരുമാനം എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ ദയ ചോദിച്ച് കണ്ണീരോടെയാണ് ഞാൻ നിൽക്കുന്നത്. 6 മാസമായി അനിൽ നമ്പ്യാർ, ഞാൻ ഒരു എൻ്റെ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി പോയി നിന്ന് ചെയ്യേണ്ട ഒരു വർക്കും ഇല്ലാണ്ട് ഞാൻ ജീവിക്കുകയാണ്. 6 മാസം ആകാൻ പോണു. ഞാൻ ഈ ഒരു കാര്യത്തിന് മാത്രം പ്രാർത്ഥിച്ചു ഞാൻ കണ്ണീരോടെ ജീവിക്കുക. അപമാനിക്കപ്പെട്ടത് നിങ്ങളെല്ലാം. ശ്രീമതി ആശ, എന്തായാലും ഹൈക്കോടതിയെ സമീപിച്ചു അല്ലേ? MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പഠനത്തിനായി. പക്ഷേ ഹൈക്കോടതിയെ സമീപിച്ചോ? സമീപിച്ചു, റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഈ കേരളത്തിന്റെ മുമ്പിലിട്ടാണ് എൻ്റെ മകനെയും അപമാനിച്ചതും ആക്രമിച്ചതും എല്ലാം എല്ലാവരും കണ്ടതാ. അതെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഭരിക്കുന്ന ഈ കേരളത്തിന്റെ സംരക്ഷകനായിട്ട്, ദൈവമായിട്ട്, കാരണഭൂതമായിട്ട് നിൽക്കുന്ന ശ്രീ പിണറായി വിജയനോട് കണ്ണീരോടെ ഞാൻ ചോദിക്കുക, ഞങ്ങളുടെ അപ്പനെ തിരിച്ചു തരണം. ഞങ്ങളുടെ അപ്പനെ തിരിച്ചു തന്നേ പറ്റൂ. അപ്പനെ തിരിച്ചു തരണം എല്ലാവരും കൂടി. അപ്പം പറഞ്ഞില്ലേ അപ്പനെ അടക്കണമെന്ന്? അപ്പൻ എവിടെയെങ്കിലും പറഞ്ഞു? അനാട്ടമി ടേബിളിൽ കൊണ്ട് വെട്ടിക്കീറ പറഞ്ഞോ? പിണറായി വിജയനും ഒരു അച്ഛനല്ലേ?
ആ മകളും വീണയും മറ്റേ മോന്റെ പേര് എനിക്കറിയില്ല, ദുബായിലുള്ള മകനും കമല മാഡവും ഒക്കെ സമ്മതിക്കും അദ്ദേഹത്തിനെ വെട്ടിക്കീറാനായിട്ട്. ഇതിന് ശേഷം മരിച്ച ഏതെങ്കിലും സഖാക്കളെ കൊടുത്തോ? ഏതെങ്കിലും സഖാക്കളെ കൊടുത്തോ? ഈ കഴിഞ്ഞ ദിവസമല്ലേ കോട്ടയം ജില്ലാ സെക്രട്ടറി സഖാവ് റസൽ മരിച്ച വാർത്ത കാണുമ്പോഴാണ് അങ്ങനെയുള്ള ഒരാളെയൊക്കെ ഞാൻ അറിയണത്. അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലല്ലേ അടക്കിയത്. MM ലോറൻസിനോട് മാത്രം എന്താണ് ഈ ക്രൂരത ചെയ്യുന്നത്? വിട്ടുതരണം. ഞാൻ പിണറായി വിജയൻ എന്നുള്ള അച്ഛനോട് ഞാൻ പറയുവോ, കണ്ണീരോടെ ചോദിക്കോ, വിട്ടുതരണം. MM ലോറൻസിനെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ കൊണ്ടുപോയതൊന്നും ഭാര്യയോ മക്കളോ ഒന്നും തടസ്സം നിന്നിട്ടില്ല. MM ലോറൻസ് പാർട്ടിക്ക് വേണ്ടിയോ ട്രേഡ് യൂണിയന് വേണ്ടി CUT വേണ്ടിയിട്ട് ഓടി നടന്ന് ജീവിതം. അതെ, അത് കേരളത്തിന് അറിയാം ശ്രീമതി ആശ. എന്തായാലും നിയമ പോരാട്ടം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വാർത്തയാണ് ജനം TV പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മരണത്തിന് മുമ്പ് അന്തരിച്ച CPM നേതാവ് MM ലോറൻസ്, അദ്ദേഹത്തിന് മരണശേഷം സ്വർഗത്തിൽ പോകണമെന്നും യേശുവിനെ കാണണമെന്നും പറയുന്നു. അതിൻ്റെ ശബ്ദരേഖയാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിട്ടത്. മകളായ സുജ പറയുന്നിടത്ത് അടക്കണമെന്നും അത് നിർബന്ധമാണെന്നും ശബ്ദരേഖയിൽ ഉണ്ട്. സുജ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തെളിവുണ്ട്, ഫോണിലാണ്. പക്ഷേ അത് റിട്രീവ് ചെയ്യുന്നതിന് സമയം ചോദിച്ചിരുന്നു. അതിന് മുമ്പ് കോടതി ഒരു തീരുമാനത്തിൽ എത്തി. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ആശാ ലോറൻസും സുജയും പോയെങ്കിലും അനുകൂലമായ വിധി ലഭിച്ചില്ല. ഈയൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ശബ്ദരേഖ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വീണ്ടും നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്.